സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. മാമോദീസ നൽകുന്നവൻ. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെപ്പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:16-17. പുരോഹിതൻ അനേകം മക്കളെ മാമോദീസ നൽകി ദൈവത്തിൻ്റെ സഭയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം പേർക്ക് അവൻ ആ കൂദാശ നൽകി അവരെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഒരു വിശ്വാസിയുടെ വിശ്വാസയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന കൂദാശയാണ് മാമോദീസ. അത് പരികർമ്മം ചെയ്യാൻ ലഭിക്കുന്ന ഓരോ അവസരവും പുരോഹിതന് വലിയ കൃപയുടെയും ദൈവാനുഗ്രഹത്തിൻ്റെയും അനുഭവമാണ്. ഏറെ വിശ്വാസത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെയാണ് അവനത് ചെയ്യുന്നത്. അതിശ്രേഷ്ഠമായ ഒരു കുദാശയാണ് മാമോദീസ. കഴുകുക എന്നർത്ഥമുള്ള മാമോദീത എന്ന സുറിയാനി വാക്കിൽ നിന്നാണ് മാമോദീസ എന്ന പദം വന്നിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ സ്രോതസ്സായ പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം ഈ കൂദാശയിലൂടെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഈ കൂദാശ ജ്ഞാനസ്നാനം എന്നും അറിയപ്പെടുന്നത്. യേശുവിൻ്റെ തന്നെ ജ്ഞാനസ്നാനമാണ് ഈ കൂദാശയിൽ പ്രധാനമായും പ്രതിഫലിക്കുന്നത്. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് യേശു ആത്മാവാൽ അഭിഷിക്തനായ പോലെ മാമോദീസാർത്ഥികളും ആത്മാവാൽ അഭിഷിക്തരാകുന്നു. യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്നും കേട്ടു. മാമോദീസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണെന്ന സത്യം ഈ കൂദാശയിലൂടെ പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുന്നു. ഈ ആത്മാഭിഷേകത്തിനും ദൈവമക്കൾ എന്ന പരസ്യ പ്രഖ്യാപനത്തിനും കാർമ്മികത്വം വഹിക്കാൻ പുരോഹിതന് ഭാഗ്യം ലഭിക്കുന്നു. അപ്രകാരം മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തിയും അത് പരികർമ്മം ചെയ്യുന്ന പുരോഹിതനും അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികളും പ്രസാദവരത്താൽ നിറയുന്നു. കുഞ്ഞുങ്ങളുടെ ജ്ഞാനസ്നാനത്തിന് ഒരു പ്രത്യേകതയുള്ളത് ആ കൂദാശ സ്വീകരിക്കുന്നതിനെപ്പറ്റി ആ കുഞ്ഞ് അറിയുന്നില്ല എന്നതാണ്. മാതാപിതാക്കന്മാരും ജ്ഞാനമാതാപിതാക്കളും ബന്ധുക്കളും സഭയും ചേർന്നാണ് കുഞ്ഞിനു വേണ്ടി ഈ തീരുമാനമെടുക്കുന്നത്. പുരോഹിതൻ സഭയുടെ പ്രതിനിധിയായാണ് കൂദാശ നിർവഹിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകുന്ന പുരോഹിതൻ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരോടും മാതാപിതാക്കളോടും ചേർന്ന് ആ മക്കളെ ക്രൈസ്തവ വിശ്വാസത്തിലും നന്മയിലും വളർത്താനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ തൻ്റെ സഹായം തീർച്ചയായും ഉണ്ടാകും എന്ന പരോക്ഷമായ വാഗ്ദാനം പുരോഹിതൻ നടത്തുന്നു. എനിക്ക് മാമോദീസ നൽകിയത് അച്ഛനാണ്, എൻ്റെ കുഞ്ഞിന് മാമോദീസ നൽകിയത് അച്ഛനാണ് എന്നൊക്കെ ആളുകൾ അവനോട് പറയുമ്പോൾ അവനൊത്തിരി സന്തോഷം തോന്നാറുണ്ട്. അവരും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധമാണ് അതിലൂടെ അവർ പ്രകടിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും മാമോദീസ നൽകി അവരെ സഭയിലേക്ക് സ്വീകരിക്കുന്ന പുരോഹിതൻ അവരെ കർത്താവിൻ്റെ വഴിയിലേക്കാണ് സ്വീകരിക്കുന്നത്. അവരുടെ തുടർന്നുള്ള ജീവിതയാത്രയിൽ അവർക്ക് സഹയാത്രികനായി അവൻ അവരുമായി യാത്ര ചെയ്യുന്നു. ധ്യാനം.
സ്വസ്ഥമായിരുന്ന് എൻ്റെ പൗരോഹിത്യ യാത്രയിൽ ഒരുപാട് പേർക്ക് മാമോദീസ നൽകി അവരെ ദൈവത്തിൻ്റെ സഭയിലേക്ക് സ്വീകരിക്കാൻ എനിക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയുക. ഈ അടുത്ത കാലത്ത് ഞാൻ മാമോദീസ നൽകിയവരെ ഓർക്കുക. അവരെയും അവരുടെ പ്രിയപ്പെട്ടവരെയുമെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഇനിയും ധാരാളം പേർക്കായി ഈ കൂദാശ പരികർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക.